പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിനെ തുടർന്ന് ബി.ജെ.പിയിലുണ്ടായ സംഘർഷങ്ങളും അഭിപ്രായ ഭിന്നതകളും റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യും എന്നാണ് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത്. എത്ര ഉന്നതത്തിലിരിക്കുന്ന ആളായാലും അവരെ കൈകാര്യം ചെയ്യും. കാരണം ബി.ജെ.പിയിൽ പൊട്ടിത്തെറി തുടങ്ങി കള്ളക്കഥകൾ മെനയുന്ന മാധ്യമങ്ങൾ അവർ എത്ര വലിയ ആളുകളാണെങ്കിലും അവർ എത്ര ഉന്നതരാണെങ്കിലും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും എന്നാണ് സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. ഒരു പാർട്ടിയുടെ, അതും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇത്തരത്തിൽ പരസ്യമായി മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്, വെല്ലുവിളിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. വിമർശിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം പൗരന്മാർക്കുള്ളതുപോലെ തന്നെ മാധ്യമങ്ങൾക്കുമുണ്ട്. ഭരണഘടനയിലെ അറിയാനുള്ള അവകാശത്തിൻ്റെ വെളിച്ചത്തിലാണ് എല്ലാ മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത്. ദൃശ്യമാധ്യമമായാലും അച്ചടി മാധ്യമമായാലും വർഷങ്ങളായി അറിയാനുള്ള അവകാശവും അറിയിക്കാനുള്ള അവകാശവും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് മാധ്യമ സ്വാതന്ത്ര്യം രാജ്യത്ത് നിലനിൽക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യാനോ വെല്ലുവിളിക്കാനോ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിമാർ, ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന മോദി അടക്കം ഒരു നേതാവും മുന്നോട്ട് വന്നിട്ടില്ല. അങ്ങനെ മുന്നോട്ട് വരാതിരിക്കുന്നത് മാധ്യമങ്ങളെ ഭയമുള്ളതുകൊണ്ട് മാത്രമല്ല, അത് ശരിയല്ലാത്തത് കൊണ്ട് കൂടിയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങൾക്കുള്ള പ്രസക്തി, മാധ്യമങ്ങൾക്കുള്ള അനിവാര്യത എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മറ്റ് 3 സംവിധാനങ്ങൾ, ജനാധിപത്യ വ്യവസ്ഥയിലെ മറ്റ് 3 സംവിധാനങ്ങളും തകരുകയോ തെറ്റായ ദിശയിലേക്ക് പോവുകയോ ചെയ്യുമ്പോൾ അരുത് എന്ന് പറയാൻ, അവരെ തിരുത്താൻ ഉള്ള ശക്തിയാണ് മാധ്യമങ്ങൾ. പ്രതിപക്ഷം പോലും പരാജയപ്പെടുമ്പോൾ ആ പ്രതിപക്ഷത്തിൻ്റെ റോള് പോലും പലപ്പോഴും മാധ്യമങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. നാവില്ലാത്തവൻ്റെ നാവും ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദവും എന്നൊക്കെ ആലങ്കാരികമായി മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും അർത്ഥമാക്കുന്നത് ജനങ്ങളുടെ ജുഹുവയാണ് മാധ്യമങ്ങളെന്നാണ്. അപ്പം ജനവികാരമാണ്, ജന അഭിലാഷങ്ങളാണ്, ജന അഭിപ്രായങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പ്രതിഫലിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യും എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ലക്ഷ്യമിടുന്നത് ജനങ്ങളെയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വോട്ട് ചോർച്ച 10,000-ലേറെ വോട്ടുകളാണ് ചോർന്നു പോയത്. അതിൻ്റെ ഫലമായി നഗരസഭ കൗൺസിലർമാർ, 22-ലേറെ കൗൺസിലർമാരും സംസ്ഥാന നേതൃത്വവും തമ്മിൽ തർക്കത്തിലാണ്. നഗരസഭയുടെ പ്രവർത്തനത്തിലെ പിടിപ്പുകേടാണ് പരാജയത്തിന് വഴിവെച്ചതെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആരോപണം. ആ ആരോപണം ആവർത്തിച്ചാൽ തങ്ങൾ രാജിവെക്കുമെന്നാണ് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള അടക്കമുള്ള കൗൺസിലർമാർ പരസ്യമായി പ്രസ്താവിച്ചത്. ഈ പ്രസ്താവന റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് മാധ്യമങ്ങൾക്കെതിരെ സുരേന്ദ്രൻ വാളെടുത്തത്. ഇത്തരത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാവ് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ, കൈകാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാൽ മാധ്യമ സ്വാതന്ത്ര്യം അസാധ്യമാകും. ഇതിനെതിരെ പത്രപ്രവർത്തക യൂണിയൻ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്, പ്രതിഷേധം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രതിഷേധത്തിനപ്പുറം ഇത്തരം ഭീഷണി മുഴക്കുന്ന നേതാക്കളുടെ പടവും പ്രസംഗവും പ്രസ്താവനകളും ഒന്നും തന്നെ തങ്ങൾ കവർ ചെയ്യില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടമാണ് മാധ്യമങ്ങൾ കാണിക്കേണ്ടത്. അത് പത്രപ്രവർത്തകർ മാത്രമല്ല, നമ്മുടെ പത്രാധിപന്മാർ എന്ന് പറയുന്ന വലിയ മഹാന്മാരായ എഡിറ്റർമാർ കൂടി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതാണ്. കാരണം ഇത്തരത്തിൽ ഓരോ നേതാവും ഭീഷണിയുമായി രംഗത്ത് വന്നാൽ മാധ്യമ പ്രവർത്തനം അസാധ്യമാകും. ഇത് അടിയന്തരാവസ്ഥയല്ല. അടിയന്തരാവസ്ഥയുടെ പേർ പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകൾ സംസ്ഥാനവും രാജ്യവും ഭരിക്കുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ വാളോങ്ങുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല.